ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ നരസിംഹ ദർശനം നടത്താനായി ആഗ്രഹിച്ച് ഒരു വനത്തിൽ ധ്യാന നിമഗ്നനായിരുന്നു. ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കുറെ പഴങ്ങൾ സമർപ്പിച്ച് ഒരു വേടൻ നിൽക്കുന്നത് കണ്ടു. അവൻ സ്വാമിയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നരസിംഹം എന്നൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, തല സിംഹത്തിൻ്റെതും ഉടൽ മനുഷ്യൻ്റെതുമായ ഒരു മൃഗം ഈ കാട്ടിൽ വസിക്കുന്നുണ്ട്. അതിനെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെയും ഒരു ജീവിയോ? ഈ വനത്തിൽ തന്നെയാണോ അതിന്റെ താമസം സ്വാമി? അദ്ദേഹം തലയാട്ടിയപ്പോൾ അവൻ തുടർന്നു, സ്വാമി, എങ്കിൽ ഈ പ്രദേശത്ത് നോക്കിയിട്ട് കാര്യമില്ല, ഉൾക്കാട്ടിൽ നോക്കണം. എനിക്ക് ഈ വനത്തിന്റെ മുക്കും മൂലയും അറിയാം. അവൻ എവിടെ വിളിച്ചിരുന്നാലും ഞാൻ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇല്ലെങ്കിൽ ഒരു വേടനായി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ വനത്തിലേക്ക് ഓടിപ്പോയി. പിന്നീട് ഒരു 3-4 ദിവസം അവനെ കണ്ടില്ല. അങ്ങനെ ഇരിക്കെ സ്വാമി ഒരു ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതാ അവൻ ചിരിച്ചുകൊണ്ട് കണ്ണിൽ നിൽക്കുന്നു. കയ്യിൽ കുറച്ച് കാട്ടുവള്ളിയും പിടിച്ചിട്ടുണ്ട്. ആ ക്ഷണം കാട്ടുവള്ളിയിൽ നിന്നും നരസിംഹ ഗർജനവും പത്മപാദാചാര്യൻ കേട്ടു. ആ ശബ്ദത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹം ഭഗവാനോട് ഇത്തരമൊരു ലീലയുടെ രഹസ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്നെ പറ്റി കേട്ട ശേഷം ഇവൻ എന്നെ അന്വേഷിച്ച് വനത്തിൽ മുഴുവൻ നടക്കുകയായിരുന്നു. രാവും പകലും ഊണും ഉറക്കവും കളഞ്ഞ് ഏകാഗ്രചിത്തനായി എന്നെ തേടി നടന്നു. എന്നെ കിട്ടില്ല എന്നായപ്പോൾ നിരാശ കൊണ്ടും മരിക്കാൻ പോലും അവൻ ആലോചിച്ചു. എന്നെ മാത്രം ഓർത്ത് നടക്കുന്ന എൻ്റെ ഒരു നിഷ്കളങ്കനായ ഭക്തനെ എങ്ങനെ ഞാൻ നിരാശനാക്കും?